എലീശയുടെ ശുശ്രൂഷയിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ താൻ യോർദാൻ നദിയുടെ തീരത്ത് വന്നപ്പോൾ അവർ അങ്ങോട്ട് പോയപ്പോൾ ഏലിയാവ് യോർദാനെ 2ആയി വിഭാഗിച്ചു. ഒരു നദി മുന്നിൽ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആ നദി ആ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമേ അല്ല. ഏലിയാവ് മാറിപ്പോകില്ല, നദി മാറിക്കൊടുത്തോളാം. അതാണ് പവർ. എന്ത് പവർ? ആ ഒരു ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ബലം. ആമേൻ. മഴ മാറിക്കൊടുത്തോളണം, കാറ്റ് മാറിക്കൊടുത്തോളണം, വെയിൽ മാറിക്കൊടുത്തോളണം, ഇരുട്ട് മാറിക്കൊടുത്തോളണം. ഇതിനെ കണ്ട് ഞാൻ മാറിപ്പോകേണ്ട കാര്യമില്ല. കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കൊള്ളണം. ഞാൻ ചിലപ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ചില എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. വളരെ മണിക്കൂറുകൾ സ്ട്രക്കായി കിടക്കുന്ന സ്ഥലത്ത് പോലും ഒരു വേ ഓപ്പണായി ഒരു തടസ്സവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന എക്സ്പീരിയൻസസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുപോലെ എവിടേക്കാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് അവിടെ എല്ലാം ഒരു വഴി നമുക്ക് തുറക്കും. യോർദാൻ നദിയിലൂടെ കടന്നു പോകാൻ പറ്റില്ല, പക്ഷെ യോർദാനെ മാറ്റിത്തരുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മുന്നിൽ, സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ മുന്നിൽ, പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവജനത്തിന്റെ മുന്നിൽ തടസ്സങ്ങൾ മാറിപ്പോകും.